ലോസിന്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ സമയം വൈകുന്നേരമായി. നല്ല തെളിഞ്ഞൊക്കെ വരുന്നുണ്ട് ഈയിടെയായിട്ട്. ഇനി അങ്ങോട്ട് മഴയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നല്ല ഗോൾഡനായിട്ട് ഒക്കെ വരുന്നുണ്ട്. ഇനി മഴ പെയ്യത്തില്ലായിരിക്കും. അപ്പൊ അമ്മ അടുക്കളയിൽ എന്തോ ഉണ്ടാക്കുന്നുണ്ട്. വൈകുന്നേരം ആയതുകൊണ്ട് എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പൊ എന്നാ ഉണ്ടാക്കുന്നതെന്ന് പോയി നോക്കാം. മാഡം, എനിക്കൊരു കടുങ്കാപ്പിയും എന്തെങ്കിലും ചെറിയൊരു കടിയും കിട്ടിയായിരുന്നേ കൊള്ളായിരുന്നു. പറഞ്ഞ് കടി തരല്ലേ? ഞാൻ ഏത്തക്ക ബോളി ഉണ്ടാക്കാൻ പോവുകയാണ്. അത് കൊള്ളാം. ഏത്തക്ക ബോളി നല്ല സാധനം. ഏത്തക്ക ബോളിയും ചായയും കുഞ്ഞിത് പാല് വാങ്ങിച്ചോണ്ട് വെച്ചിട്ടുണ്ട്. ചായയും കൂടെ വെക്കാം. ഇത് മൈദയും ഒരു സ്പൂൺ അരിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി, എള്ള്, പഞ്ചസാര. പഞ്ചസാര വേണ്ടായിരുന്നു. ഇത് ഉള്ളി ഇട്ടുള്ളേ. അയ്യോ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. പഞ്ചസാര ഇട്ടില്ല കേട്ടോ. ഏത്തപ്പഴത്തിന് മധുരം ഉള്ളതുകൊണ്ട് പഞ്ചസാര ഇട്ടില്ലേ. ചായ വെക്കാം. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടേ. ഇനി കളർ ഇച്ചിരി കുറവാന്ന് തോന്നുന്നു. പോപ്പി, ഏത്തക്ക ബോളി ഉണ്ടാക്കിയാലോ? നീ ഷെയ്ക്ക് അടിക്കാൻ വാങ്ങിച്ചോണ്ട് വെച്ച ഒരു ഏത്തക്ക എടുത്തു. പിന്നെ കഴിഞ്ഞ ദിവസത്തെ നമ്മൾ പഴുപ്പിച്ചേ തൊലിയോടെയാണ് ബോളി ഉണ്ടാക്കുന്നത്. മാവിലേക്ക് മുക്കി അങ്ങോട്ട് ഇടുവോ? ആരാണ് ഇവിടുത്തെ ഏത്തക്ക അടിച്ചു മാറ്റുന്നത്? അതെ, അറിയത്തില്ല. അല്ല, ഒരെണ്ണം എടുത്തുള്ളൂ അവൻ്റേത്. പിന്നെ ബാക്കി 3 എണ്ണം കഴിഞ്ഞ ദിവസം ഏത്തക്കൊല വാങ്ങിച്ചതിന്റെ പഴുത്തത്. അവനായോണ്ട് ഒരേത്തക്ക കാണാതെ പോയിട്ടൊന്നും മിണ്ടി. അയ്യോ, മാവ് നല്ലപോലെ മാവ് മുക്കിക്കേ. തേച്ച് മുക്കണേ. ചായയും കൂടെ വെക്കാം. ഓണത്തിന്റെ കിച്ചനകത്ത് കിട്ടിയ തേയിലപ്പൊടിയല്ലേ? നമ്മളങ്ങനെ ഇപ്പൊ കുഞ്ഞെ എന്നെയും കടുംചായ കുടിക്കുന്നേ. തേയിലപ്പൊടി അങ്ങനെ തീരുന്നില്ല. കാപ്പിപ്പൊടിക്കാ ചെലവ് കൂടുതൽ. അതെ, കാപ്പിപ്പൊടിക്കാണ് ചെലവ്. എല്ലാരും വില കൂടുതലുള്ളതേ എടുക്കത്തുള്ളൂ. ഇതിന് വില കുറവാണോ? തേയിലക്ക് വില കുറവാ. ആണോ? നല്ല തേയിലയൊക്കെ കിലോ 300-350 രൂപ. 350 രൂപ ആവറേജ് നല്ല തേയില കിട്ടും. അങ്ങനെ നമ്മുടെ ഏത്തക്ക പൊളി എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏതായാലും നമ്മുടെ പഴംപൊരി എല്ലാം നല്ല എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ല സെറ്റായിട്ട് വേകുന്നുണ്ട് കേട്ടോ. പോപ്പിക്ക് ഇതിനകത്ത് നല്ലൊരു ഇൻട്രസ്റ്റ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ തട്ടുകളായിട്ട് കൊടുത്താലും പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയാണേലും മുന്നോട്ട് പോയിക്കോളും. അങ്ങനെ നല്ലതല്ലേ? 5 സ്റ്റാർ തട്ടുകടാ. പേര് മാറ്റി വെക്കാം. 5 സ്റ്റാർ തട്ടുകട എന്നാക്കിയേക്കാം. 5 സ്റ്റാർ തട്ടുകടേ? 5 സ്റ്റാർ റെസിഡൻസി. റെസ്റ്റോറന്റ്. റെസിഡൻസി. നല്ല അടിപൊളിയായിട്ട് ഷെഫ് ആവുകയാണെങ്കിൽ സെറ്റാക്കാം. ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ പഠിച്ച് നല്ല സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ എത്രയോ പേര് നല്ല സെറ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഷെഫുള്ള കാര്യം മാതൃകയല്ലേ? ഈ ചായക്കകത്ത് എന്നൊക്കെ ചേർത്തിട്ടുണ്ട്? ഈ ചായക്കകത്ത് പാലും വെള്ളവും തേയിലപ്പൊടി. അത്രേ ഉള്ളൂ. നല്ല ഇച്ചിരി ഏലക്കായും ഇഞ്ചിയൊക്കെ കൂടെ ചേർക്കേണ്ടതായിരുന്നു. പക്ഷെ ഇത് കുഞ്ഞിക്കൊന്നും, പോപ്പിക്കും ഇഷ്ടമില്ല, കുഞ്ഞിക്കും ഇഷ്ടമില്ല. അവർക്ക് ഇതിന് ഇഞ്ചിയുടെ ചൊവ, ഏലക്കായുടെ ചൊവ അങ്ങനെയുള്ള ഒന്നും ഇഷ്ടപ്പെടുകയില്ല. നമ്മുടെ കുഞ്ഞി ട്രൈപോഡും ഒക്കെ വെച്ച് ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് കഴിച്ചത്, വെളിയിലൊക്കെ പോയിരുന്ന് കഴിച്ചതൊക്കെ നല്ല സെറ്റപ്പായിട്ട് വീഡിയോ എടുത്ത് കേട്ടോ. പക്ഷെ എല്ലാം കഴിച്ചു കഴിഞ്ഞ് കയറി വന്ന് നോക്കിയപ്പോൾ ഒരു സാധനവും കിട്ടിയില്ല. എന്റെ ബലമായ സംശയം ചേട്ടാച്ചന്റെ ഏത്തക്ക ബോളി സൂപ്പർ ആണെന്ന് നമ്മൾ പറഞ്ഞത്. നീ മനഃപൂർവ്വം എടുക്കാതിരുന്നാണോ കുഞ്ഞി? എനിക്ക് തോന്നുന്നത് ഇവൻ മനഃപൂർവ്വം എടുക്കാതിരുന്നാണോ? ഞങ്ങൾക്കൊരു സംശയം. എന്നാണേലും ചേട്ടാച്ചന്റെ ഏത്തക്ക ബോളി അടിപൊളിയായിരുന്നു കേട്ടോ. ചായ ഏത്തക്ക ബോളിയൊക്കെ സൂപ്പറായിരുന്നു. എന്തോ കുഞ്ഞിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാ. മതിയാതെ പോയല്ലോ. മിസ്റ്റേക്കാണ്. അപ്പൊ അച്ഛ വൈകിട്ട് കൂട്ടാറിന് പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കും കൂടെ പോവാല്ലേ? നൈറ്റ് ഡ്രൈവ്. നൈറ്റ് ഡ്രൈവ്.
നമ്മൾ കൂട്ടുകാരൊക്കെ പോയിട്ടേ സാധനമൊക്കെ വാങ്ങിച്ച് തിരിച്ച് കയറി എന്നാൽ വന്ന വഴിക്ക് രാത്രിയിൽ തെളിവൊക്കെ ആയതുകൊണ്ടേ മഴയൊക്കെ മാറിയില്ല എന്നാൽ കാറ്റാടിപ്പാടം വരെ പോരാന്നും കൊണ്ട് വന്ന് നോക്കിയതാണ്. ഇവിടെ വന്നപ്പോൾ നല്ല അടിപൊളി കാറ്റ്, തെളിവൊക്കെയാണ്, പക്ഷെ നല്ല തണുപ്പാ. സൂപ്പർ തണുപ്പ്. അതെ, നന്നായി. ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ വണ്ടിക്കകത്തുനിന്ന് ഇറങ്ങുമല്ലായിരുന്നു. നാട് നോക്കിയോ ഇപ്പം നല്ലപോലെ കാണാം, മഞ്ഞില്ലാത്തതുകൊണ്ട്. തെളിഞ്ഞായോണ്ട്. അല്ലെങ്കിൽ ചാറ്റമഴയൊക്കെ ആണെങ്കിലേ നമ്മൾ വന്നു കഴിയുമ്പോ ഒന്നും കാണാൻ പറ്റത്തില്ല. ഇപ്പൊ കണ്ടോ താഴ്വശമൊക്കെ ഇഷ്ടം പോലെ നല്ല ക്യാമറ കാണുന്നതിനെക്കാട്ടിലും കൂടുതലുണ്ട് ഉണ്ടല്ലേ. എന്തേരം ലൈറ്റുകളാ അല്ലേ, എന്തേരം ഏരിയ കാണാം അല്ലേ. തൂക്കുവാലം, നെടുങ്കണ്ടം. ശരിക്കുവേ നമ്മള് പകല് വന്നു കഴിയുമ്പം നമുക്ക് അറിയത്തില്ല ഇത്രേ ഇതല്ലേ. അതെ അതെ അടിപൊളിയാ, സൂപ്പർ. നമുക്ക് രാത്രിയിലേ കാറ്റാടിപ്പാടം വഴി ഒന്ന് കറങ്ങിട്ട് പോകാം അല്ലേ. നോക്കാം, ചിലപ്പോൾ വന്യമൃഗങ്ങളെയൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അച്ഛൻ ഉദ്ദേശിച്ചത് പട്ടി, പൂച്ച, അതൊക്കെ വന്യമൃഗങ്ങളാ. അത് മാത്രമല്ല മുയല് കാണും. ഞാനും കുഞ്ഞിയും കൂടെ രാവിലെ ഇതുമായിട്ട് പോയില്ലേ, ടിപ്പറുമായിട്ട് പോയിട്ടേ ഞങ്ങൾ തിരിച്ചു വന്ന വഴിക്ക് ഞാൻ പറഞ്ഞൊരു ക്യാമറാമാനാണെങ്കിൽ എപ്പോഴും അലർട്ടായിട്ടിരിക്കണം. ഏതൊരു സീനാ മുന്നേ വരുന്നതെന്ന് നോക്കിയിരിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞാ വരുന്നേ. കുറച്ചു നേരം അപ്പൊ ഞാൻ ഇടയ്ക്ക് ഞാൻ പറഞ്ഞായിരുന്നു നമുക്കേ വൈകുന്നേരം അല്ല ഇനിയിപ്പം ആൾക്കാരെ ഒത്തിരി ബോറടിപ്പിക്കണം, നമുക്ക് അവിടെ ചെന്നിട്ട് എടുക്കാന്നൊക്കെ പറഞ്ഞു. അവൻ തന്നെ ഇത് ക്യാമറ എല്ലാം എടുത്ത് മടക്കി എല്ലാം വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവനവിടെ ഇരുന്നു. ചെന്ന വഴിക്കുണ്ടല്ലോ ഒരു മുയല് ഒറ്റ ചാട്ടം, കാട്ടുമുയല്. അത് കഴിഞ്ഞോ പറയാ അയ്യോ അത് ശരിയാക്കണ്ടായിരുന്നു, എടുത്തു വെക്കണ്ടായിരുന്നു. പെട്ടെന്ന് ഒന്ന് ഓടിച്ചാടിപ്പോയി. ഇതിപ്പോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി കണ്ടു കഴിഞ്ഞാൽ പേടിയാവുമല്ലേ. അതാ പകല് വന്നു കഴിഞ്ഞാൽ എന്നെ രസമല്ലേ. എനിക്ക് പേടിയില്ലേ? നിനക്ക് അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ. ഇവന് പേടിയില്ലല്ലേ? അവന് പേടിയില്ല. അവന്റെ പേടിയും കൂടി അവൻ കുഞ്ഞിക്ക് കൊടുത്തിട്ടുണ്ട്. അതെ അതെ അതാണെങ്കിൽ ഹോൾസെയില. രാത്രി വരാൻ നമ്മൾ എന്ന് ഇവിടെ വരുമ്പോ എന്നും മഞ്ഞായിരിക്കും അല്ലേ. ഇതിപ്പോ ഈ തെളിവായോണ്ട് ഇന്ന് മഞ്ഞില്ലാതെ, മഴ പെയ്ത് അന്നേരം മഞ്ഞാവും. കഴിഞ്ഞ ദിവസം വന്നപ്പോഴും മഞ്ഞ് കാരണം നമ്മള് പെട്ടെന്ന് കയറിപ്പോയി. അത് ഓർക്കുന്നുണ്ടോ നമ്മൾ ഇവിടെ വന്ന ആ സമയത്ത് 8-9 വർഷം മുന്നേ ഇവിടെ വന്നിട്ടേ ഇവിടെയൊക്കെ വരുമ്പോ എന്നെ ഒരു അതിശയമായിരുന്നല്ലേ. നല്ല രസമല്ലായിരുന്നു. അതിനു മുമ്പ് നമ്മൾ അവിടുന്ന് ട്രാവലറൊക്കെ വിളിച്ച് ടൂർ വന്നിട്ടുണ്ട് ഇവിടെ. അതെ, ഇവിടെ ഒരു പ്രാവശ്യം ടൂർ വന്നിട്ടുണ്ട്, ട്രാവലറും വിളിച്ച് നാട്ടിൽ നിന്ന്. ഇവിടെ ഇങ്ങനെ ഇട ഉണ്ടായിരുന്നില്ലേ? പിന്നെ ഇവിടെ താഴോട്ടുണ്ടല്ലോ. ഇപ്പം നല്ല റോഡാ, നല്ല പോലെ വഴി കിടക്കുന്നേ. അല്ലെങ്കില് ഫുള്ള് ചെള്ളയായിരിക്കും, മറ്റേ ജീപ്പ് മാത്രമേ പോവുള്ളൂ. താഴെ കാണുന്ന സ്ഥലമൊക്കെ ഉണ്ടാവും, അതൊക്കെയാണ് കോമ്പമുക്ക്. അത് നമ്മളാ പോകുന്ന വഴിക്കത്തെ വലിയ പള്ളി. ഇതുവഴി നമ്മൾ ഞാൻ ഒരു തവണ വന്നിട്ടുണ്ട്, പാളീസും കൊണ്ട് നമ്മൾ ഇവിടം വരെ വന്നിട്ടുണ്ട്. ഈ വഴി താഴെ എങ്ങോട്ടേലും മെയിൻ റോഡിൽ ചെന്ന് കയറുവോ? ഇല്ല, ഇതപ്പുറം കൊണ്ടൊരു റിസോർട്ടുണ്ട്, അവിടെ കൊണ്ട് തീരുവാ. റിസോർട്ട് വരെ ഉള്ളൂ, എന്നിട്ട് പിന്നെ വഴിയില്ല, അതുകൊണ്ട് വഴി തീർന്നു. ഞാൻ ഇങ്ങനെ ഈ രാത്രി കാണുമ്പോ എല്ലാ മലയുടെ മണ്ടേ കൂടെ ഒക്കെ ലൈറ്റ് കാണത്തില്ലേ, കണ്ടോ അങ്ങ് മലയുടെ മണ്ടയ്ക്കൊക്കെ ഓരോ ലൈറ്റ് കാണാവേ അല്ലേ. അവിടെയൊക്കെ ആൾക്കാരുണ്ടല്ലോ. പിന്നെ ആൾക്കാരുള്ളൂ, ഇഷ്ടം പോലെ ആളുണ്ട്. പകല് വന്ന മരങ്ങൾ മാത്രമേ കാണാൻ പറ്റൂ, ലൈറ്റ് കാണത്തുള്ളൂ. ലൈറ്റ് ഉള്ളപ്പോ മനസ്സിലാവൂല്ലോ നമുക്ക് ഇവിടെയൊക്കെ ആൾക്കാരുള്ളതാണ്. ഇവിടെ അപ്പുറത്തൊരു പാറയുണ്ടേ, ആ പാറയുടെ മേളിലൊക്കെ ഓഫ് റോഡ് ജീപ്പുകാർ കൊണ്ടുവന്ന് ജീപ്പ് കയറ്റുമായിരുന്നു. അങ്ങനെ ഏതോ ഒരു ജീപ്പും അവിടെ വന്ന് അതേ താഴെ പോയി. ആൾക്കാർക്ക് പരിക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെയുള്ള ആത്മാക്കളൊക്കെ ഇവിടെ കാണും കേട്ടോ. ആത്മാക്കളുടെ ഒരു സംഗമഭൂമിയാണ്. ഈ ചെറുക്കൻ ഇന്ന് കിടന്ന് ഉറങ്ങാതിരിക്കാനുള്ള പരിപാടിയാ. പേടിപ്പിക്കുക. പിന്നെ അവന് ചില ധൈര്യമൊക്കെ വരും. ഇവിടെ കൊണ്ട് കേട്ടോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ രാമക്കൽമേട് നല്ല സൂപ്പറായിട്ട് കാണാം. ആക്കരെ കാണുന്ന രാമക്കൽമേട് ആ കാണുന്നത്, ആ നേരെ കാണുന്ന മരം രാമക്കൽമേട്. അതിന് അങ്ങേപ്പുറത്ത് ഏറ്റവും അപ്പുറത്ത് ഒത്തിരി ലൈറ്റ് കണ്ടോ, അത് തമിഴ്നാടാ. നൈറ്റ് വ്യൂ നല്ല രസമുണ്ടല്ലേ. നമുക്ക് താഴോട്ടിറങ്ങി തിരിച്ചിട്ട് പോയേക്കാം. വന്യമൃഗങ്ങളോ താഴെ പോയിട്ട് വലിയ വന്യമൃഗങ്ങളും ഉണ്ടോന്ന് നോക്കിയിട്ട് പോയേക്കാം അല്ലേ. താഴെ ഇറങ്ങി തിരിക്കണം. ഓഫ് റോഡ് പോലെ അല്ലേ.
ഓഫ് റോഡാ. പോലെയാണ്. താഴെ ഒരു വണ്ടി കിടപ്പുണ്ട്. ഓട്ടോ ആണോ അവിടെ? വണ്ടിയൊക്കെ കിടപ്പുണ്ട്. ഓട്ടോ ഒറ്റയ്ക്ക് റിഫ്ലക്ടർ ഉണ്ട്. ഇന്ന് പോയി കിടന്നിട്ടേ രാവിലെ എഴുന്നേക്കണ്ടതാ. അതൊരു പ്രശ്നം അല്ലേ? വെളുപ്പിനെ പോണം. രാവിലെ എണീക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച്. അതെ, അതിനാ ഞാൻ രാത്രി പോവാന്ന് പറഞ്ഞു. ഒരു 10-12 ചെല്ലുന്ന പോലെ പോരുന്നത് അതായിരുന്നു നല്ലതല്ലേ. 8:30 നൈറ്റ് ഇതല്ലേ ഇടയ്ക്കിടയ്ക്ക് നൈറ്റ് റൈഡ് വരണമെന്ന് പറഞ്ഞിരുന്നത്. നൈറ്റ് റൈഡ് ആയില്ലേ? നമ്മൾ ഒത്തിരി നാളായി. ഇന്നാളൊരു ദിവസം നമ്മള് നല്ലതായിട്ട് മഴ പെയ്ത ഒരു ദിവസം പോയത് ഓർക്കുന്നുണ്ടോ? രാമക്കൽ മേടൊക്കെ കറങ്ങി വന്നത്. ഞാൻ പറഞ്ഞല്ലേ അതെ അയ്യോ, നോക്കിയേ ഫ്രണ്ടിലത്തെ റോഡ് നോക്കിയടാ. ഇവിടെ കൊണ്ട് നമുക്ക് പരിപാടി നിർത്തി തിരിച്ചു പോവാം. ഇനി മുന്നോട്ട് പോയാലേ നമ്മൾ അവിടെ പെട്ടുപോകും. ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഇട്ട് തിരിക്കാം. ഇത് ഓഫ് റോഡുകാര് മാത്രം പോകുന്ന വരികയാന്ന് തോന്നുന്നു. ഇതിന്റെ അപ്പുറത്താണോ റിസോർട്ട് ഉണ്ടെന്ന് പറഞ്ഞേ? ഇതിനപ്പുറത്ത് ഒരു റിസോർട്ട്, 2-3 റിസോർട്ട് പ്രേതാലയം പോലെ പണിത് വെച്ചേക്കുന്ന ഒരു റിസോർട്ടാണ്. പക്ഷെ അതിനകത്ത് മൊത്തം പണി തീർന്നിട്ടില്ല. അതപ്പോ അങ്ങോട്ട് പോകാൻ ഈ ഒരു റോഡേ ഉള്ളോ? ഈ റോഡേ ഉള്ളൂ. ഇത്രയും ഇറക്കം ഇറങ്ങി വരുന്നോണ്ടേ മഴ പെയ്തിട്ട് ഈ വെള്ളം എല്ലാം കൂടെ ഇവിടെ വന്ന് ചെളിയെല്ലാം കൂടെ ആയിട്ട് ഇറങ്ങുന്നുണ്ട്. അങ്ങോട്ട് വന്ന റിസോർട്ടിൽ വന്ന വണ്ടിയാ. ഇവിടെ ഇട്ടിട്ട് അവര് പോയി. ഇന്ന് രാത്രി ഞാൻ ചിലപ്പോ ഇവിടെ സ്പോണായിട്ട് ഇവിടെ പ്രേതം വരുന്നൊക്കെ ആയിരിക്കും സ്വപ്നം കാണും. നിനക്ക് വേറെ സ്വപ്നമൊന്നും കാണാനില്ലേ? ഇഷ്ടം പോലെ പോയ കലരിച്ചിലേക്ക്. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നൈറ്റ് റൈഡ്? പോപ്പി പിന്നെ എല്ലാ ദിവസവും നൈറ്റ് ഡ്രൈവ് പോകുന്നതല്ലേ? അത് ശരിയാ. ജിമ്മിൽ പോയിട്ട് രാത്രി ഒറ്റയ്ക്കല്ലേടാ? അത് ശരിയാ. നീ അതൊക്കെ കുഞ്ഞെ കണ്ടുപിടിക്കേ. അവൻ ഒറ്റയ്ക്ക് രാത്രി 12 മണിയായാലും കുഞ്ഞ് ഒറ്റയ്ക്ക് പോകല്ലേ കുഞ്ഞ്? 6 മണിയായ വെളിയിറങ്ങി. പിന്നെ ഞാൻ കാണുന്നില്ല. അങ്ങനെ കളിയാക്കൊന്നും വേണ്ടല്ലേ. ഇപ്പൊ ഇരുന്ന് പശു പുല്ല് നിന്നപ്പുറത്ത്. പശുവിന് അങ്ങനെയാ. പശു രാത്രി എല്ലാം അയവിറക്കിക്കൊണ്ടിരിക്കും. അയവിറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതറിയത്തില്ലല്ലേ, അതിനെപ്പറ്റി വലിയ ധാരണയില്ല. പശു മൃഗങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്ന പോലെ പെട്ടെന്ന് അങ്ങ് ചവച്ച് അല്ലെങ്കിൽ അങ്ങ് വിഴുങ്ങത്തൊന്നുമില്ല. നല്ലപോലെ ചവച്ചരച്ചിട്ടൊക്കെ അവര് കഴിക്കത്തുള്ളൂ. അതാണ് അവരുടെ പ്രത്യേകത. അതുകൊണ്ട് കുറെ നേരം എടുക്കും. അപ്പൊ അതുകൊണ്ട് കുറെ നേരം എടുക്കും. അത് അല്ലാതെ അയവിറക്കാന്ന് പറയുമ്പോ അവര് കുറച്ച് കഴിച്ചിട്ട് ബാക്കി വെക്കും. അവിടെ വെളിയിലല്ല, വാഴയുടെ സൈഡിലും അവിടെ ഇവിടെയൊക്കെ വെക്കും. പിന്നെ തിന്നാനും. അത് എന്നിട്ട് കുറെ കഴിയുമ്പോൾ വീണ്ടും എടുത്ത് ചവയ്ക്കും. അവർക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. അതെ, വേണ്ടേ? അതിന് വേണ്ടിട്ട് സൂക്ഷിച്ചു വെക്കുന്നത് അല്ലേ? വലിയൊരു കേറ്റമായി. നേരെ പുല്ലുകളാ അല്ലേ? ഇവിടെ മുഴുവൻ പുൽമേടാ മൊത്തം. ഇതെല്ലാം സൈസ് പുല്ല്. എന്നിട്ട് ഈ കാറ്റ് വരുമ്പോഴേക്കും ഇതിങ്ങനെ ചാഞ്ഞു വരും. നല്ല മുഴുവൻ ചാഞ്ഞാ നിക്കുന്നത്. ഉണ്ണീഷോ പുല്ലാ നിക്കുന്നല്ല. ഉണ്ണീഷോ പുല്ലെന്നും പറഞ്ഞൊരു പുല്ലുണ്ട് കേട്ടോ. പുൽക്കൂടൊക്കെ ഉണ്ടാക്കുമല്ലേ ക്രിസ്മസ് ആകുമ്പം പുൽക്കൂട് ഉണ്ടാക്കും. അന്നേരം അതിനകത്ത് കൊണ്ട് ഇടുന്ന പുല്ലായി ഉണ്ണീഷോ പുല്ല്. കണ്ടോ? ഇതെല്ലാം ടൂറിസ്റ്റുകൾ പോകുന്ന രാമക്കൽമേടിന്. കണ്ടോ? ഈ രാത്രിയിൽ ഇത്ര ആൾക്ക് എന്തേരം വണ്ടിയാ പോകുന്നറിയോ? അവധിയല്ലേ 2 ദിവസം. അവധിയായോണ്ട് ഇനിയിപ്പോ നാളെ കഴിഞ്ഞൊക്കെ കൂടുതലും ആളുകളുണ്ടല്ലോ. ഈ മലപ്പുറം, പെരിന്തൽമണ്ണ, കോഴിക്കോട് ആ ഭാഗത്തുനിന്നുള്ള ആളുകളാണ് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള സ്ഥലത്തുനിന്നും ഉണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ അവിടുന്നാ ഇങ്ങോട്ട് ആള് വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്കൊക്കെ ഇവിടെ വരുമ്പോഴേ എന്നെ തണുപ്പായിരിക്കും അല്ലേ? എപ്പോഴും ചൂടല്ലേ. ഈ ഭാഗത്ത് നല്ല തണുപ്പായോണ്ടേ നമുക്ക് ഏതായാലും ഒരു കാര്യം ചെയ്താലോ, വന്ന വഴിയല്ലേ, സാറാമ്മ ഉറങ്ങിയില്ലെങ്കിൽ സാറാമ്മ കേട്ടിട്ട് വരും. ഉറങ്ങി കാണുമായിരിക്കും. ഇത്ര സമയമായില്ലേ? നോക്കാം. അവരൊക്കെ മഞ്ഞ് പ്രതീക്ഷിച്ചു വന്നതായിരിക്കും അല്ലേ അവിടുന്ന്. സാറാമ്മ ഇറങ്ങിയോ? ഇല്ല, അകത്ത് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. നേരത്തെ കിടന്നുറങ്ങും. ഇഷ്ടം പോലെ ചെടിയും എല്ലാ സാധനവും വെച്ചിട്ടുണ്ട് കേട്ടോ. അത് മറ്റേ വാടാമുല്ലയല്ലേ നിക്കുന്നത്? തൈ പാകി കിളിപ്പിച്ചേക്കോ കേട്ടോ. നോക്കാം ഉണ്ടോന്ന്. അപ്പൊ നമ്മള് കറക്കമല്ല കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ. അപ്പൊ ഇനി വൈകുന്നേരം കഞ്ഞിക്കുള്ള പരിപാടിയൊക്കെ നോക്കാം. അപ്പൊ കഞ്ഞിക്ക് ഈ പ്രാവശ്യം മാങ്ങ ചമ്മന്തി പിന്നെ ഒരു മുട്ട പൊരിച്ചാൽ മതി അല്ലേ? സിമ്പിൾ.
സിമ്പിൾ. കത്തിക്ക് മൂർച്ചയില്ല. ഞാൻ കൂടാ. കൈ മുറിച്ച് കളയല്ലേ? ഞാനേ ചമ്മന്തി അരയ്ക്കാൻ ഒരു മാങ്ങ ചെത്തി എടുത്തു. എടുത്തതിന്റെ അതുണ്ടോ ഇതിന്റെ പകുതി മാങ്ങ ഇപ്പം കള്ളന്മാര് കൊണ്ടുപോയി. ഇനി ആ പകുതി ഉള്ളേ. അങ്ങനെ അല്ലാതെ മുറിക്കണ്ട, അത് നല്ലപോലെ നോക്കി മുറിക്കില്ലേ, നിന്റെ കൈ പോകും. കൈ പോകും. ഇതാ ഞാൻ മുറിക്കാം. അതാ പറഞ്ഞത്, അത് മുറിക്കാൻ അറിയാവുന്ന കൊടുക്കുക. എങ്ങനെയാ മുറിക്കുന്നതെന്ന് കാണിച്ചു തരാം. അങ്ങോട്ട് കൊടുക്കുക. അങ്ങനെയല്ലടേ, കാണിച്ചു തരാം. ഇത് കാളം മൂളം ചെത്തിയിടുവാന്ന് പറയുന്നത്. എങ്ങനെയായിരിക്കും അറിഞ്ഞു കിട്ടുമല്ലേ. എന്നാലും ഓരോന്നിനും അതിൻ്റെതായ ഒരു അതിനെ കാണിച്ചു തരാന്ന് പറയുന്നേ. ചമ്മന്തി അരയ്ക്കാൻ കിട്ടുമോ ആവോന്ന് കണ്ടറിയണം. അതെ. മറ്റേ ഷേവിംഗ് സെറ്റ് എടുക്കാൻ പഠിച്ചെടുക്കാൻ. ഉള്ളി പൊളിച്ചോ? അപ്പൊ ഇന്നത്തെ ചമ്മന്തി പോപ്പിയുടെ വക. അപ്പൊ ചമ്മന്തിയും ഓംലേറ്റും കഞ്ഞിയും കഴിച്ചിട്ട് കിടക്കാൻ പോവാണ്. നാളെ രാവിലെ നേരത്തെ പോണം, നേരത്തെ എണീക്കണം. ഒത്തിരി പരിപാടിയുണ്ട്. അതിന്റെ വ്ലോഗ് വീണ്ടും ഉടനെ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീണ്ടും കാണാം.